നമസ്കാരം, പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നു മുതൽ ക്വസ്റ്റ്യൻ അനാലിസിസിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ അനാലിസിസിൻ്റെ സീരീസ് എന്ന് പറയുമ്പോൾ പ്രിലിംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അതായത് പഴയ ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്റ്റ് വൈസായിട്ട് എടുത്തുകൊണ്ട് അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സിവിൽ സർവീസ് ക്വസ്റ്റ്യനിലോട്ട് വന്നത്, ഏതൊക്കെ ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ്, ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ, എവിടെ നിന്ന് ഇതിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ കണ്ടെത്താം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ചെയ്യണം. അതുപോലെ കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ അനലൈസ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ട്. ഇനി ഈ വർഷത്തെ 2021 പ്രിലിംസ് പരീക്ഷയ്ക്ക് ഏകദേശം 170+ ദിവസങ്ങളാണ് പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്തു തരാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ്. സാധാരണ അത് സ്റ്റുഡൻസിന് കിട്ടുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റ് നോക്കി പഠിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എക്സ്പ്ലനേഷനൊക്കെ പല രീതിയിലായിരിക്കും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ബുക്സുകൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബുക്സിലായാലും പലതരത്തിലുള്ള ബുക്സ് ഉണ്ട്. ഇയർ വൈസായിട്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നതുണ്ട്, അല്ലെങ്കിൽ സബ്ജക്റ്റ് വൈസായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ കൊടുത്തിട്ടുള്ളതുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ടെക്സ്റ്റ് അവൈലബിൾ ആണ്. സോ അങ്ങനെയൊന്നും ചെയ്യാത്തവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടുന്നില്ല എന്ന് തോന്നുന്നവർക്ക് ഞങ്ങളുടെ ഒരു സീരീസ് ഫോളോ ചെയ്യാം. മേ ബി ഇതൊരു ഫസ്റ്റ് ടൈം ആയിരിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തുകൊണ്ട് ചെയ്യുന്നൊരു വെബ് സീരീസ്. ഇത് ഒരു തുടർച്ച ഉണ്ടാകും. ഡെയിലി ഇതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ഉണ്ടാകും, ചിലപ്പോൾ മൾട്ടിപ്പിൾ അപ്ലോഡ് ഉണ്ടാകും. അപ്പോൾ കാണുന്നവർ വളരെ സീരിയസ് ആയിട്ട് തന്നെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്കും കിട്ടും. ഉറപ്പായിട്ടും ചോദ്യത്തിൻ്റെ സോഴ്സസ് എങ്ങനെയായിരിക്കും വന്നത്, ഏത് തരത്തിലുള്ള സ്വഭാവത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. അതുപോലെ തന്നെ സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണം. സോ കൂടുതൽ പേരിലോട്ട് ഇത് സ്പ്രെഡ് ആവട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നത് 2010 സിവിൽ സർവീസ് പരീക്ഷ പ്രിലിമിനറിക്ക് ചോദിച്ച പൊളിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 2010-11 മുതൽ നമ്മൾ ആദ്യം മുന്നോട്ടാണ് വരുന്നത്. ഓക്കെ, ആ ഒരു സീരീസ് 2020 വരെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് 2010 മുതൽ പുറകിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു 25 വർഷത്തോളമുള്ള ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, ദാറ്റ് ടു സബ്ജക്റ്റ് വൈസ്. അപ്പോൾ ഇന്ന് നോക്കുന്നത് 2010 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കുന്നത്. 2010 പൊളിറ്റി ക്വസ്റ്റ്യൻസ് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ അത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് വന്നത് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ വളരെ പേഷ്യൻ്റായിട്ട് അവസാനം വരെയും വളരെ ഫോക്കസ് ചെയ്ത് തന്നെ കാണുക. എന്തെങ്കിലുമുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക പറഞ്ഞ പോലെ. അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ അനാലിസിസ് താല്പര്യപ്പെടുന്നവർ ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. 5000 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ടെസ്റ്റ് സീരീസ് പ്ലസ് 1000 മോസ്റ്റ് പ്രോബബിൾ പ്രിലിംസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 2010 പൊളിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 2010 പൊളിറ്റി ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാനായിട്ട് സാധിക്കും. വിത്ത് റെഫറൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ്: ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, DPSP. ഓക്കെ, വിച്ച് ഓഫ് ദ എബോവ് പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ഓർ ആർ ഫുൾഫിൽഡ് ബൈ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻറ്റ് പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻറ്റ് പ്രോഗ്രാം, ഓക്കെ, ഈ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരുന്നത്. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഇതിലേതെന്നാണ് ചോദ്യം. ഇവിടെ NSAP നാഷണൽ സോഷ്യൽ അസിസ്റ്റൻറ്റ് പ്രോഗ്രാം ഇത് ലോഞ്ച് ചെയ്യുന്നത് പറഞ്ഞാൽ 1995 ലോഞ്ച് ചെയ്യുന്നത്. ആലോചിക്കുക, അത് 2010 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് 15 വർഷത്തെ കറണ്ട് അഫയേഴ്സ് പഠിച്ചിരിക്കണമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. 1995 ഓഗസ്റ്റ് 15 ഈ ഒരു സ്കീം കൊണ്ടുവരുന്നത്. ഈ ഒരു സ്കീം കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് വെൽഫെയർ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് 41-ലെയും 42-ലെയും ആർട്ടിക്കിൾ ഫുൾഫില്ല് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ
NSAP ആയിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഈ വർഷവും ന്യൂസ് പേപ്പറിൽ ഒരുപാട് ന്യൂസസ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ 42 ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇതിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. ഇനി ഞാൻ കുറച്ചുകൂടി ഇൻഫർമേഷൻ തരാം. നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം ഇതിന് അടിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം വരുന്നുണ്ട്. അതുപോലെ നാഷണൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്കീം വരുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 41-ലെയും 42-ലെയും പ്രൊവിഷൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 21-ൽ പറയുന്ന റൈറ്റ് ടു ലൈഫിൻ്റെ ഫങ്ഷൻസ് കൂടി ഇതിൽ വരുന്നുണ്ട്. റൈറ്റ് ടു ലൈഫ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ പ്രൊവിഷൻസ് കൂടി ഇവിടെ വരുന്നുണ്ട്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ഒരു കാര്യം ഇവിടെ പറയുന്നില്ല. ഓക്കെ, സോ അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്, 1 and 3. ഓക്കെ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. നമുക്ക് അടുത്തൊരു സ്ലൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻഫർമേഷൻസ് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻറ്റ് പ്രോഗ്രാം, ഇതിനൊരു വെബ്സൈറ്റ് ഉണ്ട്, nsap.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ എബോട്ടസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് കിട്ടും. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ കാര്യം ഡയറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 41-ൻ്റെ കാര്യമുണ്ട്. നിങ്ങൾ കൂടുതൽ വായിച്ചു നോക്കുക. അതുപോലെ തന്നെ വിക്കിപീഡിയ കൂടി ഒന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ 42-ൻ്റെ പ്രൊവിഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ കൂടുതൽ ഇലാബറേറ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഫണ്ടമെൻ്റൽ റൈറ്റ്സും അതുപോലെ DPSPയും ഇതിനകത്ത് വരുന്നുണ്ട്. സോ 1 and 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഈ വർഷം ഇത് എപ്പോഴെങ്കിലും ന്യൂസ് പേപ്പറുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി കാണുക, ഹിന്ദുവിൻ്റെ ഓഗസ്റ്റ് 11-ാം തീയതി ഒരു ന്യൂസ് ഉണ്ട് ഒഡീഷ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി. അതുപോലെ തന്നെ എക്സ്ഗ്രാഷ്യമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ന്യൂസ് ഏപ്രിൽ 7-ാം തീയതി ഉണ്ട്. പല സമയങ്ങളിൽ നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുമ്പോൾ ഈ ഒറിജിനൽ പ്രോഗ്രാം എന്താണെന്ന് ഒന്ന് പോയി നോക്കുക. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്താണെന്ന് പോയി നോക്കുക. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് കിട്ടുന്ന എന്താണോ അതെന്താണെന്ന്, അതിൻ്റെ ഒറിജിനൽ ഫോം എന്താണ് എന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്തു, എന്തൊക്കെയായിരുന്നു കാരണങ്ങൾ, ഏതുമായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇത് അന്നത്തെ മേ ബി കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതായിരിക്കും. അതാണ് 15 വർഷം പുറകിലോട്ടുള്ള ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യം വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. The Supreme Court of India tenders advice to the President of India on matters of law or fact. Okay, അപ്പോൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആർട്ടിക്കിൾ 143-ഉം 131-ഉമാണ് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ആർട്ടിക്കിൾ എന്ന് പറയുന്നത്, 143 പ്രത്യേകിച്ചും. ഓക്കെ, അപ്പോൾ ഇതിലെ ആദ്യത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് നോക്കുക. ചില ക്വസ്റ്റ്യൻസിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും തിരിഞ്ഞു പോകാനായിട്ട് പാടില്ല. സോ ഇതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്തതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 3 സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓൺ ഇറ്റ്സ് ഓൺ ഇനിഷ്യേറ്റീവ് അല്ല. ഓക്കെ, പക്ഷേ ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് തന്നെയാണ്. അത് ഞാൻ വഴിയെ പറയാം. ഓക്കെ, ഇഫ് ഹി സീക്സ് സച്ച് ആൻ അഡ്വൈസ്. ഓക്കെ, പ്രസിഡന്റിന് അഡ്വൈസ് ചോദിക്കാനുള്ള ഒരു അധികാരം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 1 ആൻസറായിട്ട് വരാത്തതുകൊണ്ട് എയും ഡിയും വരത്തില്ല നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. സോ 2 only മാത്രമേ പിന്നെ ഉള്ളൂ ഓപ്ഷൻ. അപ്പോൾ തന്നെ നമുക്ക് ബി ആൻസറായിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് സി കൂടി ഒന്ന് നോക്കാം. only if matters related to the fundamental rights of the citizen. അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, ഒരു ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള എന്ത് കാര്യവും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്ത് കാര്യവും, ലോയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യവും പ്രസിഡന്റിന് സുപ്രീം കോടതിയോട് ആരായാവുന്ന കാര്യമാണ്. അപ്പോൾ സി വരുന്നില്ല, ആൻസർ ബി ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം ഡയറക്റ്റായിട്ട് ആൻസർ അറിയാമെങ്കിൽ തന്നെ നമുക്കിത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 143 കൂടി ഒന്ന് വിശദമായിട്ട് നോക്കാം. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് ഡയറക്റ്റ് കോപ്പി ചെയ്തതാണ്. അപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു പബ്ലിക് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമൊക്കെ ചോദിക്കാൻ പറ്റുമെന്ന്, സുപ്രീം കോടതിയോട് ആരായാൻ പറ്റുമെന്ന് ആർട്ടിക്കിൾ 143-ൻ്റെ പ്രൊവിഷനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 131-ലും കുറച്ച് പ്രൊവിഷൻസ് ഇതിനെ പറ്റി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, ഏതൊക്കെ ആർട്ടിക്കിളാണ് സുപ്രീം കോടതി അഡ്വൈസുമായിട്ട് ബന്ധപ്പെടുത്തിയ ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ 131-ഉം 143-ഉം ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാവുന്നതേ ഉള്ളൂ.
ദാറ്റ് ഈസ് അനദർ പോസിബിലിറ്റി. ഓക്കെ, സോ ഇവിടെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് contained in Government of India Act 1935 have been incorporated in the Constitution of India in the year 1950. അപ്പോൾ 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഫ്രെയിം വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന പ്രൊവിഷൻ എങ്ങോട്ടാണ് പോയത് എന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, അതുപോലെ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ സ്റ്റേറ്റിലാണ് വരുന്നത്, കണ്ടക്ട് ഓഫ് ബിസിനസ്സിലാണോ വരുന്നത് എന്നുള്ള ചോദ്യമാണ്. ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് 1935 ആക്ടിൽ പറയുന്നത്, നേരിട്ട് പോയിരിക്കുന്നതെന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ DPSPയുടെ നോട്ട് ഒരു തവണയെങ്കിലും വായിച്ചു നോക്കിയവർക്ക്, അത് ഇപ്പോൾ ലക്ഷ്മികാന്തോ അല്ലെങ്കിൽ DD ബസുവിൻ്റെ ബുക്കൊക്കെ വായിച്ചു നോക്കിയവർക്ക് പ്രത്യേകമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഐഡിയോളജി എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 1935 ആക്ട് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതിനെപ്പറ്റി ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ലൈക്ക് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വിച്ച് ഈസ് ഇഷ്യൂഡ് ബൈ ദ ഗവർണർ ജനറൽ. അപ്പോൾ ഗവർണർ ജനറൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാലിറ്റി അവിടെ പോവുകയാണ്, പകരം പ്രസിഡന്റ് ആണ് വരുന്നത്. സോ ഈ ഒരു ഫംഗ്ഷനാലിറ്റി, ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഐഡിയ 1935 നിന്ന് എടുത്തിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്കകത്താണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. DPSPയുടെ നോട്ട് വായിച്ച ആർക്കും ഇതിന്റെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ്സ് ആൻ ഈസി വൺ. See, another question. Who of the following shall cause every recommendation made by the Finance Commission to be laid before each house of the Parliament? വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ് ആ ഒരു റിപ്പോർട്ട് ഹൗസിൽ വയ്ക്കുന്നതിന് മുമ്പ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ്റെ ഒരു നോട്ട് വായിക്കുമ്പോഴും അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ ഫങ്ഷൻസ് നോക്കുമ്പോഴും അതുപോലെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ കാര്യം നോക്കുമ്പോഴൊക്കെ പരസ്പരം ക്രോസ് വെരിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ് ആദ്യം റിപ്പോർട്ട് കൊടുക്കുന്നത് എന്നുള്ള കാര്യം. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളതാണ്. ഇതും ലക്ഷ്മികാന്ത്, DD ബസു പോലുള്ള ബുക്കുകൾ വായിക്കുമ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഇൻഫോർമേഷനാണ്. സോ ഇവിടെ ലോക് അദാലത്തുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യമാണ്. വിത്ത് ദ റെഫറൻസ് ടു ദ ലോക് അദാലത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഓക്കെ, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് നോക്കുന്നു. ഓക്കെ, ലോക് അദാലത്ത് ഹാവ് ദ ജൂറിസ്ഡിക്ഷൻ to settle matters pre-litigative state and not these matters pending before any court. Pending before any court എന്ന് പറയുന്നത് ഇവിടെ കാര്യമാണ്. പെൻഡിങ് ബിഫോർ എനി കോർട്ട് ആണെങ്കിലും ഇരു കക്ഷികളും സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ലോക് അദാലത്തിലോട്ടോ അല്ലെങ്കിൽ ഒരു ട്രൈബ്യൂണലിലോട്ടോ വിടാനായിട്ട് സാധിക്കും. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റോങ് ആണ്. ലോക് അദാലത്ത് ക്യാൻ ഡീൽ വിത്ത് ദ മാറ്റേഴ്സ് വിച്ച് ആർ സിവിൽ ആൻഡ് നോട്ട് ക്രിമിനൽ. തെറ്റാണ്. ക്രിമിനൽ കേസുകൾ ലോക് അദാലത്തിന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. സോ B ഓപ്ഷന് തെറ്റാണ്. എവറി ലോക് അദാലത്ത് കൺസിസ്റ്റ് ഓഫ് എയ്തർ സെർവിങ് ഓർ റിട്ടയർഡ് ജുഡീഷ്യൽ ഓഫീസേഴ്സ്. ഓക്കെ, ഇതുവരെയും കറക്റ്റ് ആണ്. ഒൺലി ആൻഡ് നോട്ട് എനി അതർ പേഴ്സൺ, തെറ്റാണ്. കാര്യം ലോ മെമ്പേഴ്സ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാവാറുണ്ട്. സോ ഈ ഒരു സെൻറ്റൻസ് തെറ്റാണ്. പക്ഷേ പകുതി വരയ്ക്കും ശരിയാണ്. അവിടെ സെർവിങ്ങോ അല്ലെങ്കിൽ റിട്ടയർഡോ ആയിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസേഴ്സ് തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ലോ മെമ്പേഴ്സും ഒപ്പം തന്നെ സോഷ്യൽ വർക്കേഴ്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് D ഓപ്ഷൻ നോക്കാം. നൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ എബോ ആർ കറക്റ്റ്. അതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. സോ D ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ലോക് അദാലത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണെന്ന് പഠിക്കുന്നവർക്ക്, എന്താണ് അതിൻ്റെ പവേഴ്സ് കാര്യങ്ങളെന്ന് പഠിക്കുന്നവർക്ക് ഇത് ഉറപ്പായിട്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഇവിടെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അതോറിറ്റീസ് മേക്ക് എ റെക്കമെൻഡേഷൻ ടു ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്? ഓക്കെ, ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് as to the principle for determining the taxes and duties, taxesum dutiesum which may be appropriated by the panchayat in that particular state. ഓക്കെ, ഇവിടെ 243 I എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഭാഗത്ത് വരുന്നൊരു കാര്യമുണ്ട്. ഓക്കെ, നമുക്ക് അതൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, 243 I പ്രകാരം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ. ഇത് സ്റ്റേറ്റിൻ്റെ ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളാണ്. സോ പഞ്ചായത്തിൻ്റെ ഗ്രാൻഡ് ഇൻ എയ്ഡ് പോലെയുള്ള കാര്യങ്ങൾ, ടാക്സ്, ഡ്യൂട്ടീസ്, ഇതെല്ലാം അവരാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ
ഈ ഒരു സെഷൻ വച്ചിട്ട് നമുക്ക് ആൻസർ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ആണെന്ന് നമുക്കിവിടെ ഓർപ്പിക്കാനായിട്ട് സാധിക്കും. സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അതോറിറ്റീസ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനാണ്. കൃത്യമായിട്ട് പറയുന്നത് ടാക്സ് ഡ്യൂട്ടീസ്. ഓക്കെ, അപ്പോൾ 243 ഐയിലാണ് ആ ഒരു പ്രൊവിഷൻ വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ PDF ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ DD ബസ്സോ അല്ലെങ്കിൽ ലക്ഷ്മി അന്തൊക്കെ വായിക്കുമ്പോഴും ഇതേ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമാണ് 2010 പൊളിറ്റിയിൽ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാ വിഷയങ്ങളിലും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ എക്കണോമിക്സിൻ്റെ സൈഡിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് 18+ ക്വസ്റ്റ്യൻസ് ആ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് പൊളിറ്റി കൈകാര്യം ചെയ്തു. നെക്സ്റ്റ് ഡേ ജോഗ്രഫിയോ അല്ലെങ്കിൽ ഹിസ്റ്ററിയോ മറ്റൊരു സബ്ജക്റ്റിൽ 2010 ചോദിച്ച ചോദ്യങ്ങളായിട്ട് നോക്കാം. നമുക്ക് ഒന്നുകൂടി ഒന്ന് റൗണ്ട് അപ്പ് ചെയ്യാം. DPSP ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ. ഓക്കെ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നോക്കുക. ദെൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് പഠിക്കുക. ദെൻ ഫിനാൻസ് കമ്മീഷൻ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാവുന്നതാണ്. ഓക്കെ, DPSP രണ്ടിടത്ത് നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്വസ്റ്റ്യനിലും വന്നിട്ടുണ്ടായിരുന്നു. സോ അത് പഠിക്കുക. ഉറപ്പായിട്ടും ഗവർണർ ഓഫ് ദ സ്റ്റേറ്റിനെ പറ്റി പഠിക്കുക. ദെൻ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. ഓക്കെ, അതുപോലെ ലോക് അദാലത്ത്. ദെൻ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇന്ന് 6 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പോയിട്ട് റെഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് തന്നെ ഇത്രയും കാര്യങ്ങൾ ഒന്ന് റെഫർ ചെയ്ത് പഠിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്നും പഠിക്കാനായിട്ട് സാധിക്കും. ക്രോണോളജിക്കൽ ഓർഡർ പഠിക്കുന്നത് പോലെ തന്നെയാണ് ക്വസ്റ്റ്യനിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാലും ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് പൊളിറ്റി വളരെ എഫക്റ്റീവായിട്ട് തീർന്നു കിട്ടും. പൊളിറ്റി മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും. സോ ബി വിത്ത് അസ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഈസ് അഖിൽ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.